13 വർഷം കോമയിലായിരുന്ന തന്റെ മകന്റെ ചികിത്സ അവസാനിപ്പിച്ച് അവനെ മരിക്കാൻ അനുവദിക്കണമെന്ന് കോടതിയോട് പറഞ്ഞപ്പോൾ അടുത്ത നിമിഷം എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ? UP സ്വദേശിയായ ഹരീഷ് റാണ എന്ന വ്യക്തി 18 വയസ്സുള്ളപ്പോൾ 4 നില കെട്ടിടത്തിൽ നിന്ന് താഴെ വീണ് തലച്ചോറിന്റെ പ്രവർത്തനം പൂർണ്ണമായി നിലച്ച് കോമ സ്റ്റേജിലേക്ക് പോയി. ഇത് കണ്ട ഡോക്ടർമാർ പറഞ്ഞു അവന് ചികിത്സ നൽകി തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും. അങ്ങനെ വളരെ പ്രതീക്ഷയോടെ അവന്റെ അച്ഛനും അമ്മയും അവനെ പരിചരിക്കാൻ തുടങ്ങി. അവന് വേണ്ട ഭക്ഷണം ട്യൂബ് വഴി കൊടുത്ത് അവന്റെ എല്ലാ കാര്യങ്ങളും മാതാപിതാക്കൾ തന്നെ ചെയ്തു കൊടുത്തു. എന്നാൽ അവന്റെ കോമ സ്റ്റേജിന് ഒരു മാറ്റവുമില്ലാതെ കടന്നു പോയത് 13 വർഷങ്ങൾ. ഈ 13 വർഷവും അവന്റെ ഉള്ളിൽ ജീവൻ ഉണ്ടായിരുന്നെങ്കിലും അവൻ ഒന്നും തന്നെ അറിയാമായിരുന്നില്ല. ഇങ്ങനെ ഇരിക്കുമ്പോൾ അവനെ ചികിത്സിച്ച ഡോക്ടർമാർ പറഞ്ഞു ഇനി അവനെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. അവന്റെ ജീവിതകാലം മുഴുവൻ കോമ സ്റ്റേജിൽ തന്നെ ആയിരിക്കും. ഇത് കേട്ട് വിഷമിച്ച മാതാപിതാക്കൾ കോടതിയോട് പറഞ്ഞു എന്റെ മകൻ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കാണാൻ ഇനി എനിക്ക് കഴിയില്ല. അതുകൊണ്ട് ദയാമരണം ചെയ്യണമെന്ന് കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് ആ അച്ഛൻ പറഞ്ഞു. ഈ കാര്യങ്ങളെല്ലാം കേട്ട കോടതി എല്ലാ റിപ്പോർട്ടുകളും നോക്കിയ ശേഷം ദയാമരണം ചെയ്യുന്നതിന് വേണ്ടി അനുമതി നൽകി. ഇത് കേട്ട് പല ആളുകളും വിചാരിച്ചത് അദ്ദേഹത്തിന് ഇഞ്ചക്ഷനൊക്കെ കൊടുത്ത് ക്രൂരമായി കൊല്ലുമെന്നാണ്. എന്നാൽ അദ്ദേഹത്തിന് കൊടുത്തിരുന്ന ഓക്സിജൻ, മെഡിസിൻ അങ്ങനെ എല്ലാ സപ്പോർട്ടുകളും റിമൂവ് ചെയ്ത് 13 വർഷം കോമയിലായിരുന്നപ്പോൾ അനുഭവിച്ച കഠിനമായ വേദനകൾക്കെല്ലാം അവസാനമായി 2026 അദ്ദേഹത്തിന് 31 വയസ്സുള്ളപ്പോൾ ഒരു നാച്ചുറൽ ഡെത്ത് തന്നെ കൊടുത്തു മാതാപിതാക്കൾ.